ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വന്ന സമയം തൊട്ടേ വെളിയൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്തൊരു മത്സരാർത്ഥിയായിരുന്നു സിബിൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സിബിൻ ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ വന്നേക്കാണ്. അപ്പൊ ഇന്നലെ അദ്ദേഹം എയർപോർട്ടിൽ വന്ന് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അപ്പൊ ആ ഒരു പ്രതികരണത്തിന്റെ ചെറിയ ഭാഗം നമുക്ക് കണ്ടു നോക്കാം. ഞാൻ പറയട്ടെ, ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സിബിൻ പറയുന്നുണ്ട്, തന്റെ ആവശ്യപ്രകാരമല്ല ഞാൻ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് വന്നത് എന്ന്. അതായത് സിബിൻ സ്വയം ക്വിറ്റ് ചെയ്തിട്ടല്ല ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ വന്നത് എന്ന്. പക്ഷേ നമ്മൾ ലാലേട്ടൻ സിബിനെ വിമർശിച്ചതിന് ശേഷം നമ്മളൊരു സിബിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടു. 2 ദിവസം സിബിൻ വളരെയധികം പ്രതിഷേധിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. മെന്റലിയും ഇമോഷണലിയും ഒക്കെ നല്ല രീതിയിൽ ഡൗൺ ആയി ഒരു വല്ലാത്തൊരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ഒരു സിബിനെയായിരുന്നു നമ്മൾ കണ്ടത്. നമുക്കറിയാം, ലാലേട്ടൻ സിബിനെ വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് വിമർശിച്ചത്. അയാൾ ചെറിയൊരു തെറ്റ് ചെയ്തു. പക്ഷെ ആ തെറ്റ് ചെയ്തതിനേക്കാട്ടിലും ഉപരിയായിട്ട് അദ്ദേഹത്തിനെ മെന്റലി തളർത്തണം എന്നുള്ള ഉദ്ദേശം വെച്ച് വിമർശിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാനിടയായത്. അതൊക്കെ തെറ്റാണ് ചെയ്തത്. ഏഷ്യാനെറ്റ് അയാളുടെ ഗെയിമിനെ തന്നെ മാറ്റിമറിക്കാനും അയാളെ കുറച്ചൊന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടും ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ട സിബിൻ അത്രയും ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് നല്ല ഗെയിം പ്ലാനോട് കൂടി മുന്നോട്ട് പോയിരുന്ന സിബിൻ ആകെ ഡൗൺ ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. ബിഗ് ബോസിനെ അനുസരിക്കില്ല, തന്നെ പുറത്ത് വിടുന്നിടം വരെ അവിടെ നടക്കുന്ന ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കില്ല. ഇവൻ മൈക്കൊക്കെ ഊരി മാറ്റിയിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ, അതായത് ഇത്രയും രൂക്ഷമായിട്ട് പ്രതിഷേധിച്ച ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ല. അപ്പം ബിഗ് ബോസ് ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ട് പോലും സിബിൻ മൈക്ക് ധരിക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ബിഗ് ബോസ് സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നിടം വരെ സിബിൻ മാറിയിരുന്നുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം സൈക്കോളജിസ്റ്റിനെ കാണുന്നു. സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മടങ്ങി വന്ന സിബിൻ പിറ്റേ ദിവസം പിന്നെയും തനിക്ക് പോകണമെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പൊ സിബിന്റെ ഉള്ളിൽ വളരെയധികം പേടി ഉണ്ടായിട്ടുണ്ടാകാം ലാലേട്ടൻ അങ്ങനെ വിമർശിച്ചതിന് ശേഷം. അങ്ങനെ സിബിൻ ടോട്ടലി മെന്റലി ഡൗൺ ആയിട്ട് ടോട്ടലി വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി ബിഗ് ബോസിനെ തന്നെ അനുസരിക്കാതെ ഇരുന്ന് അങ്ങനെ പുറത്തു പോയതാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ക്വിറ്റ് ചെയ്തിട്ടില്ല, എന്നെ അൺവാണ്ടഡ് ആയിട്ട് പുറത്താക്കിയതാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ആ ഷോയുടെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കാണും. അപ്പൊ ആ സ്ക്രിപ്റ്റിന് എഗിനസ്റ്റ് ആയിട്ട് ഏതെങ്കിലും മത്സരാർത്ഥി കളിക്കുമ്പോൾ ബിഗ് ബോസ് തന്നെ പല കാര്യങ്ങളും ഇട്ടുകൊടുത്ത് ആ മത്സരാർത്ഥിയെ പുറത്താക്കാൻ വേണ്ടി നോക്കും. അപ്പൊ നമ്മൾ ആ ഒരു വലയിൽ വീട് അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പിൽ വീട് പുറത്തു പോകാൻ വേണ്ടി ഇടയാകരുത്. അല്ലെങ്കിൽ അവർക്ക് നമ്മളെ പുറത്താക്കാനുള്ള അവസരങ്ങൾ ഇട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് ഈ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് ആര് പോകുന്നോ അവർക്ക് മാത്രമേ ആ ഒരു ഷോയിൽ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളെ പുറത്താക്കിക്കോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ തന്നെ ബിഗ് ബോസിന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ചവിട്ടി പുറത്താക്കും. കാരണം ഇത്രയും അധികം നമ്മളെ കാല് പിടിച്ച് അവിടെ നിർത്തേണ്ട ആവശ്യമൊന്നും ബിഗ് ബോസിനോ ആ ഒരു റിയാലിറ്റി ഷോയ്ക്കോ ഇല്ല. കാരണം അവർ സ്വയം തന്നെ അവരുടെ കണ്ടന്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ആ കണ്ടന്റിന് എഗിനസ്റ്റ് ആയിട്ട് പോകുന്നു എന്ന് തോന്നുന്ന മത്സരാർത്ഥികളെ അവരെന്ത് ചെയ്തു, മാക്സിമം മെന്റലി തളർത്താൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ തളരാൻ നിൽക്കരുത്. നമുക്കറിയാം, ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി, പുള്ളിക്കാരൻ വന്ന സമയം മുതൽ അവിടെയുള്ള മത്സരാർത്ഥികളും ബിഗ് ബോസും തളർത്തുന്ന ഒരു വ്യക്തിയാണ്. അയാളെ ഒരുപാട് അവഗണിക്കാറുണ്ട്, ഒറ്റപ്പെടുത്താറുണ്ട്. ലാലേട്ടനൊക്കെ ഓരോ വീക്കെൻഡിലും വന്ന് രൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ട്. ഈവൻ വെളിയിൽ ഇറക്കി വരെ നിർത്തി. അപ്പൊ അത്രയും സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കാണ്. അദ്ദേഹത്തിന് മുന്നോട്ട് കളിക്കണം, ഞാൻ പുറത്തു പോകാൻ തയ്യാറല്ല, എന്നെ അകത്തേക്ക് കടത്തി വിടൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിനെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിമർശിക്കുന്നു, ഇത്രയും ഒറ്റപ്പെടുത്തുന്നു, പക്ഷെ സ്റ്റിൽ തന്റെ ഗെയിമാണ് നല്ലത്, താൻ അവിടെ കളിക്കാൻ യോഗ്യനാണ് എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ മുന്നോട്ട് പോവുകയാണ് ജിൻഡോ. ഇനി ജാസ്മിന്റെ കാര്യം പറയാം. വെളിയിൽ ഇത്രയധികം നെഗറ്റീവ് വന്നു, ഞാൻ ജാസ്മിനിൽ അംഗീകരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, വെളിയിൽ ഇത്രയധികം നെഗറ്റീവ് വന്നു, ഇത്രയും ആൾക്കാർ ടോർച്ചർ ചെയ്യുന്നുണ്ട്, അവിടെയുള്ള മത്സരാർത്ഥികൾ പോലും ഫേക്ക് ആണെന്ന് പറയുന്നു, എന്നിട്ട് പോലും അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പം ജാസ്മിന് ഒരുപാട് സപ്പോർട്ട് ഏഷ്യാനെറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്കാരി അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇമോഷണൽ ഡ്രാമ ഇറക്കുന്നു, ആ ഡ്രാമകളൊക്കെ ജാസ്മിന്റെ ഒരു കോണ്ടന്റ് ആണ്, ജാസ്മിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുവാണ്. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേ പറ്റൂ, അതിനുവേണ്ടി ഞാൻ എന്ത് കോണ്ടന്റ് തരാൻ തയ്യാറാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ഗെയിമിന്റെ ഒരു ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഗെയിമിന്റെ ഐഡിയ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റൻസുകളൊക്കെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് യോഗ്യരാണ്. പല സീസണിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിട്ട് ബിഗ് ബോസിന്റെ ഗെയിമിന് എഗിനസ്റ്റ് ആയിട്ട് കളിക്കുന്ന മത്സരാർത്ഥികളെ ഒക്കെ പുറത്താക്കാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ വലയിൽ വീഴാതെ അവിടെ തന്നെ തുടർന്നു പോയിട്ടുള്ള മത്സരാർത്ഥികൾക്ക് വിജയവും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര മെന്റലി ഇൻസ്റ്റേബിൾ ആണ്, ഞാൻ ആരെയും അംഗീകരിക്കത്തില്ല. ബിഗ് ബോസിനോട് വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണ്ട, അങ്ങനെ ബിഗ് ബോസിനെ എതിർത്ത് എനിക്ക് ഒട്ടും പറ്റില്ല, എന്നെ പുറത്തു വിടൂ
ഇങ്ങനൊക്കെ പറഞ്ഞൊരു മത്സരാർത്ഥിയെ പിന്നെ അവിടെ തുടർന്ന് കൊണ്ടുപോകില്ല. ഇങ്ങനെയുള്ള ഒരു ഗെയിം ഷോയിൽ നമ്മളെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ആ ഷോ പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. സ്വയം സിബിൻ തന്നെയാണ് കുഴി തോണ്ടിയത്. ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായിക്കോണം, വെളിയിലുള്ള ആ ഒരു പ്രേക്ഷകരുടെ സപ്പോർട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലാവും താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളത്. കാരണം ഇവിടെ നമ്മുടെ ആ ഒരു ഷോ പ്രൊഡ്യൂസേഴ്സിനെയോ ഷോ ഡയറക്ടേഴ്സിനെയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സിബിൻ തന്നെ സ്വന്തമായിട്ട് കുഴി തോണ്ടി ബിഗ് ബോസ് ആ കുഴിയിലേക്ക് സിബിനെ തള്ളിയിട്ടു. അതാണ് സംഭവിച്ചത്.